പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമ്മൾ നിസ്സഹായതയിലേക്ക് വീണുപോകാറുണ്ട്. ഇനി എന്തു ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ പരിഹാരം കണ്ടെത്തും എന്ന പല ആധികളും നമ്മളെ പിടികൂടാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പ്രചോദനമായി മാറുന്ന ഒരു വാക്യമാണ് പ്രവാചകൻ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് പറയുന്ന വർത്തമാനം. ലാ തൈഅസു മിൻ റൗഹില്ല. അള്ളാഹു നൽകുന്ന സഹായത്തെക്കുറിച്ച്, അള്ളാഹു നൽകുന്ന കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹു നൽകുന്ന ആശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തില് അദ്ദേഹത്തിന് സ്വന്തം പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബിയെ നഷ്ടപ്പെടുന്നുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ യൂസുഫ് നബി മിസ്രിലെ ഭരണാധികാരിയായ സമയത്ത് ഭക്ഷണം തേടി പോയ സ്വന്തം സഹോദരന്മാരെ കൂട്ടത്തിൽ നിന്ന് ഒരു തന്ത്രത്തിലൂടെ ബിന്യാമീനെ സ്വന്തം കൂടെ യൂസുഫ് നബി തന്റെ കൂടെ നിർത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ വൃദ്ധനായി തീർന്നിരുന്ന, വല്ലാതെ വയസ്സായി ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു പ്രവാചകൻ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. യൂസുഫ് നബിയെ നഷ്ടപ്പെട്ട വേദനയിൽ സ്വന്തം കണ്ണിന്റെ കാഴ്ച പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. ബിന്യാമിനെ കൂടി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ പ്രയാസത്തിലേക്ക് പോകുന്നുണ്ട്. ഖുർആൻ പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ കരഞ്ഞു വെളുത്തുപോയി എന്നതാണ്. ആ സന്ദർഭത്തിൽ സ്വന്തം മക്കളോട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ യൂസുഫിനെയും ബിന്യാമിനെയും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാ, ലാ തൈഅസു മിൻ റൗഹില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ സഹായം വന്നെത്തും എന്ന് പറയാൻ. ജീവിതത്തിൽ താങ്ങാനാവാത്ത പ്രയാസങ്ങൾ വന്നപ്പോൾ ആ മനുഷ്യൻ ഭരമേൽപ്പിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട നാഥനിലേക്കാണ്. ആ നാഥന്റെ സഹായം ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. നിസ്സഹായതയുടെ പടുകുഴിയിലേക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആധിയോടെ നിൽക്കുമ്പോൾ നമുക്ക് ആശ്വാസം പകരേണ്ട വാക്യമാണിത്. ലാ തൈഅസു മിൻ റൗഹില്ല. അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ കൂട്ടിനെക്കുറിച്ച് ഒരിക്കലും വേവലാതിപ്പെടേണ്ടതില്ല എന്ന വാചകം മഹാനായ ഇമാം ഷഹീദ് ഹസനുൽ ബന്ന പറയുന്നുണ്ട്. ലാ തൈഅസു ഫലൈസൽ യഅസു മിൻ അഖ്ലാഖിൽ മുസ്ലിമീൻ. നിങ്ങൾ നിരാശപ്പെടരുത്. നിരാശ എന്നത് വിശ്വാസികളുടെ ജീവിതത്തിന്റെ ഭാഗമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഉത്തരം കിട്ടാത്ത ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് പ്രിയപ്പെട്ട റബ്ബിലാണ്, അവന്റെ കാരുണ്യത്തിലാണ്, അവന്റെ സഹായത്തിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.